ഗൈസ് നമ്മളിന്ന് ക്ലിഫിൽ പോവാണ്. വളരെ പേടി കൊണ്ട് പോകുന്നതിന് കാരണം അവിടെ ഭയങ്കര ഒരു സംഭവമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പോകാതിരുന്നതാണ്, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. അത്ര പേടിയുള്ളൊരു സംഭവം ഉണ്ട് അവിടെ. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പേടിയോടെ കൊടുത്താലും ഞങ്ങൾ പോകാം. ചിരിക്കാതെ വേണ്ട നീ. ഓക്കെ, ടാറ്റ ബൈ ബൈ, സി യു. അപ്പം നമ്മൾ താന്നി പാലം കയറുവാണ്. അതിമനോഹരമായ താന്നി പാലവും താന്നിക്കായലും താന്നി ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതുവഴിയാണ് ക്ലിഫിൽ പോകുന്നത്. ആ കായലിൻ്റെ ബാക്കിയാണിത്. ഇപ്പുറത്തെ സൈഡിൽ ബീച്ചാണ്, താന്നി ബീച്ചാണ്. ഒരു സൈഡില് കായലും ഒരു സൈഡില് തിരയാണ്. അല്ല, ഒരു സൈഡില് ബീച്ചും ഒരു സൈഡില് കായലും. കാപ്പിൽ ബീച്ച് അല്ല, സോറി. നമ്മൾ ക്ലിഫിൽ പോകുന്നത് വയനാട് ഉരുൾപൊട്ടലുണ്ടാകുന്നതിൻ്റെ അന്ന് വൈകിട്ട് ആണ്. അന്ന് രാത്രിയിലാണ് വയനാട് ദുരന്തം ഉണ്ടാകുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പം സഹിക്കാൻ കഴിയാത്തത്ര മഴയായിരുന്നു. നമ്മൾ കയറി നിന്നിട്ടൊക്കെയാണ് വന്നത്. അവിടെ എത്തുന്നത് വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയും ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ കുറേ സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേറ്റായത്. ഇനിയെങ്കിലും അങ്ങനത്തെ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. അതുപോലെ ഉള്ളൊരു സംഭവം തന്നെയാണ് ഞാൻ ക്ലിഫിലും പറയാനായിട്ട് പോയത്. പക്ഷേ അതിന് മുന്നേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ക്ലിഫിൽ ഇങ്ങനത്തെ തന്നെയൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഉണ്ടാവാൻ പോകുന്നതും. നിങ്ങൾ മൂന്ന് ഒരുമിച്ച് എനിക്കൊരു ഫോട്ടോ വേണം. വീഡിയോ ഇവര് ഫോട്ടോ എടുക്കാൻ വേണ്ടി നടത്തിയതാണ്. ട്രെയിൻ പോന്നോക്ക്. അടിപൊളിയത്. നിങ്ങൾക്ക് മിസ്സാവും. ഇങ്ങോട്ട് വന്ന് ഇത് കാണും. ഇവിടെ കുറച്ചേരം റെസ്റ്റ് എടുക്കാനാന്നും പറഞ്ഞ് നിർത്തി. പക്ഷെ ഇവരിവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പ്. പല്ലില്ല. ഇതാണ് കടലും കായലും കൂടി ഒരുമിപ്പിക്കുന്ന അത്യപൂർവമായ കാഴ്ച. ഇത് കായലാണ്, ആ കാണുന്ന കടലാണ്, ഒരുമിച്ച് കിടക്കുവാണ് കേട്ടോ. മഴ പെയ്യുന്നു, നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്നവരെല്ലാരും നനഞ്ഞ് കുളിച്ച് വരിക. ഗൈസ് നമ്മളപ്പോൾ ഇവിടെ ക്ലിഫിൽ വന്നേക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ വളരെ മാനേഴ്സ് ആയിട്ടും വളരെ ഡീസൻസി ആയിട്ടും വേണം നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ. അറിയാമല്ലോ, ഇവിടെ എക്സ്പെഷ്യലി എന്താ പറയുക, ഇവിടെ ഫോണേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ കുട്ടികൾ അടികൂടുണ്ട്. കുട്ടികൾ നിങ്ങൾ ഡീസൻസ് ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് കുതിരയാവാം. വീട്ടിൽ ചെന്നിട്ട് പ്ലീസ് കുട്ടികൾ. അയ്യോ, ഇത് പിടിച്ചു ഗൈസ്, ഇവിടെ ഉറപ്പില്ലാത്ത മഴ നമുക്ക് ഇപ്പൊ മനസ്സിലായി. ഉറപ്പില്ലാത്ത മഴ മനസ്സിലായി. അങ്ങനെ നമ്മളിപ്പോ എവിടെ എത്തിയിരിക്കുന്നു വൈകിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പേടിയായിട്ടാണെങ്കിലും നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടുത്തെ ക്ലിഫ് വൈബ് അടിക്കാൻ വേണ്ടി പോകാം. ഇവിടെ കുറച്ച് അടിയൊക്കെ ഉണ്ടായിരുന്നു. മഴ ടൈം ആയതുകൊണ്ട് ഫോറിനേഴ്സ് കുറവാണ്. പിന്നെ ക്ലിഫിൻ്റെ അപകട നില കാരണവും ഫോറിനേഴ്സൊക്കെ ഇപ്പോൾ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാൻ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അവർ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ക്ലിഫിൽ വന്നിട്ടുണ്ട്. അന്നത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഭാഗത്തൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഈ കടൽ കയറി കിടക്കുന്നതും. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, ഇത് നല്ല ഹൈറ്റാണ്. എത്ര അടി ഉയർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്ലിഫ് ഈ കടൽ ഒരുപാട് താഴ്ചയിലാണ്. ഇതൊക്കെ പാറയൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീണ് കിടക്കുന്നതാണ്. ഇതിന് ഒരുപാട് മുന്നോട്ടങ്ങ് പോകാൻ ഉണ്ട്, പക്ഷേ എല്ലാം അവിടെ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകാം ആയിരുന്നു, പക്ഷേ പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഇങ്ങനെ ഇടിഞ്ഞ് വീണ് അവിടെ ഇങ്ങനെ കമ്പൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കെട്ടി വെക്കുമായിരുന്നു.
ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുമ്പോൾ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ നടന്നു പോകാനുള്ള സ്പേസേ ഉള്ളൂ. താഴെ കൊക്കയാണ്, കടലാണ്, പാറ ഫുള്ളിങ്ങനെ, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ വലിപ്പത്തിലുള്ള പാറകളാണ് ഇടിഞ്ഞു വീണ് കിടക്കുന്നത്. തൊട്ട് അടുത്ത് ചേർന്നാണ് ഈ ബിൽഡിങ്ങും ഈ റെസ്റ്റോറൻറ്റും എല്ലാം ഇവിടെ സ്ഥാപിച്ചേക്കുന്നത്. ഇത് എന്താ പറയുക, വിദേശികളാണ് ഇവിടെ മൊത്തം സെറ്റിൽഡ്. അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫുഡും ഷോപ്പിലാണെങ്കിൽ ആക്സസറീസ് എല്ലാം അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ട, വലിയ അകലമില്ല. ഇതിൻ്റെ അവസ്ഥ ഇനി നാളെ എന്തായി മാറുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അധികൃതർ ഇതിന് ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇത് നമ്മൾ മുന്നേ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇവിടുത്തെ ഒരു കടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ ഇരുന്നാലും തിര വന്നാലും തിരയിൽ ചവിട്ടാനും ഒക്കെ നമുക്കങ്ങനെ ഒരു അപകടകാരിയായിട്ടുള്ളൊരു തിരയോ അല്ലിത്. ഇപ്പോഴവിടെയാണ് ഇങ്ങനെ കടൽ കയറി ഫുള്ള് ഇറങ്ങി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ക്ലിഫിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ആ വൈബ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ മുകളിൽ നമ്മൾ കയറി നിൽക്കണം. അപ്പം നമ്മൾ അതിന് കാട്ടിയൊക്കെ കുറേ നാൾ മുന്നേ വന്നപ്പം എടുത്തൊരു വീഡിയോ ആണിത്. ഇത്രയും മനോഹരമായൊരു സ്ഥലത്തൊരു അപകടം ഉണ്ടാകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളൊരു പ്ലേസാണ്. ഇനിയും നമ്മൾ വരണം, ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് ആഗ്രഹമുള്ളൊരു പ്ലേസാണ്. ഇവിടെ ഒരു അപകടം ഉണ്ടാകുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കടലിലോട്ട് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് പിള്ളേർക്ക്. അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, കുറേ അങ്ങ് മുന്നോട്ടോട്ട് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നടന്ന് പോവുകയാണ്. അതുകൊണ്ട് സേഫ് അല്ല എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം കടൽ കയറി കിടക്കുന്നുണ്ട്. നമുക്കിനി അപ്പുറത്തൂടെ കറങ്ങി വേറൊരു സൈഡിലാണ് പോകാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ക്ലിഫ്. ഇത്ര ചേർന്നാണ്, താഴെ കൊക്കയാണ്, കണ്ടോ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ സാഹിബിൽ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ സംസാരിക്കുന്നത്? പോണത് കണ്ട രണ്ടുപേരും ഒരമ്മ പെറ്റ അളിയന്മാരെ പോലുണ്ടല്ലേ. ഒരു ചെറിയ തർക്കം നടക്കുവാണ്. അപകട മേഖല എന്നുള്ളൊരു ബോർഡാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. കാരണം മണ്ണിടിച്ചിൽ കാരണം ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഫോട്ടോ എടുക്കാൻ ക്യൂ നിൽക്കുവാണ്. നല്ലൊരു ജീപ്പ് അവിടെ കിടക്കുന്നത് കണ്ടു. ആരുടെയാണെന്നറിയില്ല. അങ്ങനെ ഫോട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യണം എല്ലാവരും. ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നു. നമ്മളത് അങ്ങോട്ട് താഴേക്ക് നടന്നു പോകണം. ഈ ഫസ്റ്റാണ് ഇതിലേ പോണത്. സ്പീഡിൽ നടാ. മഴ കൂടുതൽ കൊണ്ടിട്ടായിരിക്കും ഇടയ്ക്കൊരു അരുവി പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താ അറിയില്ല. ബാഗ് തെറിച്ച് ദൂരെ പോവും. ഫോട്ടോ ആരോ ഡിലീറ്റ് ചെയ്ത്. ഏത് ഫോട്ടോ? ഈ ഫോണിൽ കിടന്ന അപ്പയായിരിക്കും. അപ്പ തന്നെ എന്റെ ഫോട്ടോ ഡിലീറ്റ് ആക്കിയത്. ഇതിനകത്ത് കിടന്ന ഐഫോണിൽ കിടന്ന നീ തന്നെ. വൈദ്യുവാണ് എന്റെ ഫോട്ടോ ഡിലീറ്റ് ആക്കിയ. നല്ല കിടിലൊരു മഴ വരുന്നുണ്ട് ഗൂയിസ്. നമ്മൾ എപ്പോൾ വർക്കലയിൽ വന്നാലും നല്ല ഇടിവെട്ടൊരു മഴയും കൊണ്ടാണ് നമ്മൾ തിരിച്ചു പോണത്. എന്താ അറിയില്ല. ഇത്രയും നല്ല മനോഹരമായൊരു സ്ഥലം എന്നും ഇവിടെ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. നമ്മൾ പലരും പലയിടത്തായി പോയി. അവരൊക്കെ എവിടെയാണെന്ന് അറിയാൻ വയ്യ. അവർ മുന്നോട്ട് പോയി. ഞാൻ എന്താ ഇങ്ങനെ പോവുകയാണ്. അവർ കുറേ മുന്നോട്ട് പോയി. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് ഇപ്പോഴും. നമ്മൾ കയറി നിൽക്കുമായിരുന്നു. നല്ല പെരുമഴയായിരുന്നു. ജസ്റ്റ് ഒന്ന് തോന്നുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക. അപ്പം നമ്മൾ ക്ലിഫിൻ്റെ ഗ്രൗണ്ടിലെത്തി. ക്ലിഫിൽ ഫുള്ള് വിദേശികൾക്കുള്ള ഫുഡും ആക്സസറീസും ഒക്കെ ആണെങ്കിൽ മലയാളികൾക്ക് ഉള്ള ഫുഡ് ഇവിടെ നാടൻ ഊണ് ലഭിക്കുന്നതാണ്. ഐ ലവ് വർക്കല. അങ്ങനെ ഞങ്ങൾ വർക്കല ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വന്ന് നിൽക്കുന്നു. നനഞ്ഞൂറ്റി വരും. എപ്പോൾ ഞങ്ങൾ പോയാലും തിരിച്ചു വരുമ്പോൾ നനഞ്ഞൂറ്റി വാരി എടുത്തോളും വരും.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രിപ്പ് ഇവിടുന്ന് പോവാണ്. ബൈ ബൈ. എല്ലാരും ബൈ ബൈ. ടാറ്റ.